ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രിഡ്ജ് ഓർഗനൈസേഷനുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ കുറച്ച് ഐറ്റംസൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു ടൈപ്പ് നെറ്റ് ബാഗാണ് കേട്ടോ. ഇത് ഓരോ 3 സൈസിൽ അവൈലബിൾ ആണ്, മീഡിയം, ലാർജ്, സ്മോൾ. അപ്പോൾ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ അതൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കും. നോർമൽ വെള്ളത്തിൽ ഒരു 2-3 വട്ടം കഴുകിയെടുക്കും. എന്നിട്ട് ഇതേപോലത്തെ ബാഗിൽ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ഇതിനൊരു സിബൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. തക്കാളി, അതുപോലെ ക്യാരറ്റ്, അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വെച്ചാൽ അതൊക്കെ ഞാൻ ഇതേപോലെ ആക്കിയിട്ടാണ് വയ്ക്കാറ്. മുരിങ്ങക്കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പീസാക്കിയിട്ട് വയ്ക്കാം. അതുപോലെ ലെമൺ ഇങ്ങനത്തെ ഒരു ബൗളിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഒരടപ്പൊക്കെ ഉണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ ഞെട്ടി കളഞ്ഞിട്ടാണ് സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ അത് കൂടുതൽ ടൈം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇഞ്ചി, അതൊക്കെ ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതുപോലെ മല്ലിയുടെ ഇല വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ വാഷ് ചെയ്യില്ല. വാഷ് ചെയ്യാതെ ആ ഒരു തണ്ടിൻ്റെ ആ വേര്, ആ ഭാഗം കളഞ്ഞിട്ട് ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുക. നമ്മൾ വാഷ് ചെയ്യുമ്പോഴാണ് അത് പെട്ടെന്ന് കേടുവന്നു പോവുക. കാരണം മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാകുമ്പോഴാണ് അത് പെട്ടെന്ന് കേടുവന്നു പോവുക. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് ആവശ്യത്തിന് എടുക്കുമ്പോൾ അപ്പം കഴുകിയെടുത്താൽ മതി. ഇങ്ങനത്തെ സ്റ്റീൽ അടപ്പുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഞാനിങ്ങനെ മല്ലിയുടെ ഇല, പുതിനയുടെ ഇല ഒക്കെ സൂക്ഷിച്ച് വയ്ക്കാറ്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ചെറിയ ഡസ്റ്റും ഇതൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഇല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിവിടെ വിനീഗർ ഒഴിച്ചിട്ടുള്ളൊരു ലിക്വിഡാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ഗ്ലാസ് ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. ഈ ഒരു വിനീഗർ ഒഴിച്ചിട്ടുള്ള തുണി വെച്ചിട്ട്, പിന്നെ ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് ഒന്ന് എല്ലാം തുടയ്ക്കും. അങ്ങനെയാണ് നോർമലി ഞാനത് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന ട്രേയിൽ എപ്പോഴും കുറേശ്ശെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. മൊത്തത്തിൽ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ പച്ചക്കറികൾ വെക്കുന്ന ട്രേയിൽ തന്നെയാണ് ഈ ഒരു ബാഗായിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസിയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബീൻസാണ് എടുക്കേണ്ടത് വെച്ചാൽ നമുക്ക് ആ ഒരു ബാഗ് മാത്രം പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാം എന്തൊക്കെയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പച്ചക്കറികളുടെ ബാഗുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു ചെറിയ വെള്ളരിക്ക ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ക്ലീൻ ഫിലിം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ് വെക്കാറ്. അപ്പോൾ അതാവുമ്പോൾ ചീത്തയായി പോവില്ല. വെള്ളരിക്ക, കുമ്പളങ്ങ, ഇതൊക്കെ ഞാൻ അങ്ങനെ വെക്കാറ്. മത്തങ്ങ മാത്രം കുറച്ച് ഒരു പീസാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് പീസാക്കിയിട്ട് മാറ്റി വയ്ക്കും. അതുപോലെ ഇവിടെ ഞാൻ ഒരു ബാഗിൽ ഓറഞ്ചും അതുപോലെ മാങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു കൊട്ടയിലാണ് പാൽ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് രാവിലെ ചായക്കൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കാൻ ഈസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മത്തങ്ങ ഞാൻ മുറിച്ചിട്ടാണ് വെക്കാറ്. പോലെ ഉണ്ടാക്കാനാണെങ്കിലും കറി ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ നമുക്കത് ഈസി ആയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ കോളിഫ്ലവർ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അച്ചാറുണ്ട് കേട്ടോ. അവിടെ മാങ്ങ അച്ചാറാണുള്ളത് ചെറിയൊരു ബോക്സിൽ. അതുപോലെ കറിവേപ്പിലുണ്ട്. പിന്നെ ഞാൻ മാവ് അരച്ച് വെച്ചത് ഈ ഒരു നമ്മുടെ ഓട്സിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് മാവൊക്കെ അരച്ച് വെക്കാറ്. പിന്നെ നാരങ്ങ, ഇഞ്ചി, അതൊക്കെ ആ ഒരു ബോക്സിലും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഉള്ളി എടുത്ത് വയ്ക്കും. ഉള്ളി തൊലി കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്കൊരു 2 ആഴ്ചയോളമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വേണം നമ്മളത് സൂക്ഷിക്കാൻ. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്കത് എടുത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഈ ഒരു ഡോറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഞാൻ മുട്ട എടുത്ത് വയ്ക്കുന്നത്, കോഴിമുട്ട. ഈ ഒരു ട്രേയിൽ മാത്രമേ കേട്ടോ സൂക്ഷിക്കുള്ളൂ. വേറെ എക്സ്ട്രാ ട്രേകളൊന്നുമില്ല കോഴിമുട്ട വയ്ക്കാൻ. പിന്നെ ഒരു ചിക്കൻ ക്യൂബ് ഉണ്ട്. അപ്പോൾ അതും അവിടെ വയ്ക്കും.
അതുപോലെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉപ്പിലിട്ട അച്ചാറുകളാണ്. നെല്ലിക്ക അച്ചാർ, മാങ്ങ അച്ചാർ, പിന്നെ ഈത്തപ്പഴം, പിന്നെ അടിയിൽ ഡേറ്റ്സ്, ടൊമാറ്റോ കെച്ചപ്പ്, പുളിയിഞ്ചി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കും. പിന്നെ നമ്മുടെ ഫ്രീസറിലേക്ക് വരുമ്പോൾ അധികം സാധനങ്ങളൊന്നുമില്ല. ചിക്കൻ ഉണ്ട്, 2 ബോക്സിലാക്കിയിട്ടാണ് ചിക്കൻ വയ്ക്കുക, കാരണം 2 ടൈമിന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ക്യൂബ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഐസ് ട്രേ. പിന്നെ അടിഭാഗത്ത് ഞാൻ ഒരു 2 കവറ് നമ്മുടെ പനീറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രീസറിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സി യു.